തയ്യാറാക്കുന്ന സമയത്ത് എപ്പോഴും കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഓരോ ജോബ് പ്രൊഫൈലിലേക്കും ഡിഫറെന്റ് CVs കരിക്കുലം വിത്ത് ടേസ്റ്റ് തയ്യാറാക്കണോ? ഇതിന്റെ ഉത്തരവാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് സ്ഥാപനമാണ്. അപ്പൊ കേരളത്തിലുള്ള എല്ലാ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന്റെ വേക്കൻസീസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഹാഫ് സാലറി പോലത്തെ ചാർജസ് ഒന്നുമില്ലാതെ ചെറിയൊരു രജിസ്ട്രേഷൻ എമൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് കേരളത്തിലെ വേക്കൻസീസ് അറിയാനായിട്ട് പോസിബിൾ ആണ്. അപ്പൊ CV നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനകത്ത് മെയിൻലി ഓരോരുത്തരും ഓരോ ഡെസിഗ്നേഷൻസ്. പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഒരു കമ്പനി ഒരു ട്രെയിനറിന്റെ ഒരു പ്രൊഫൈലാണ് ഇപ്പൊ അനൗൺസ് ചെയ്തിരിക്കുന്നത് വിചാരിക്കാം. അപ്പൊ അതിന് തന്നെ ഇപ്പൊ സ്കിൽ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന പേരിൽ മേ ബി ഒരു 6 മാസം ശേഷം അതേ ഡെസിഗ്നേഷൻസ് തന്നെ പിന്നീട് അനൗൺസ് ചെയ്തു എന്ന് വരാം. അപ്പൊ ഇതിന് അപ്ലൈ ചെയ്യുന്ന ഒരു ജോബ് സീക്കറെ സംബന്ധിച്ച് അവരെന്താണ്, അതിനകത്തൊരു കൺഫ്യൂഷനിലേക്ക് വരും. ഇനി ഞാൻ അപ്ലൈ ചെയ്തെങ്കിൽ എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ എന്റെ ക്വാളിഫിക്കേഷന് പറ്റുന്ന ഒരു ജോലിയാണോ ഇതൊക്കെ ആദ്യത്തെ ഒരു തോട്ട് പ്രോസസ്സ് വരികയാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്റ്റുഡന്റ് കൗൺസിലർ എന്നുള്ളൊരു വേക്കൻസിയാണ്. അപ്പൊ ഞാൻ മുൻപ് വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ടെലികോളർ ആയിട്ടാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഒരു സ്റ്റുഡന്റ് കൗൺസിലർ വേക്കൻസിയിൽ അപ്ലൈ ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ CV ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് പല ഡെസിഗ്നേഷൻസിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിന് CVയിൽ എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ CVയിൽ ഇതെല്ലാം ഉൾക്കൊള്ളിക്കണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് വേണ്ട എന്നാണ്. നോ എന്നുള്ളതാണ് അതിന്റെ ആൻസർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CV എഴുതുന്ന സമയത്ത് ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള കോമൺ സ്കിൽ സെറ്റുകളും അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അങ്ങനെ വെക്കുമ്പോൾ അതിനൊരു ട്രാൻസ്പെറൻസി ക്രിയേറ്റഡ് ആവുകയാണ്. അതായത് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഞാൻ പ്രൂവ് ചെയ്തിട്ടുള്ള ഏരിയകൾ ഇതൊക്കെയാണെന്ന് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതുക. അതായത് ഒബ്ജക്റ്റീവ് ഒക്കെ വെക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ സീരീസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ CVയിൽ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു ഒറ്റ പോസ്റ്റിലേക്ക് മാത്രം ഒരു CV റെഡിയാക്കി കൊടുക്കുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചുറ്റിലുണ്ടാവും. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ CV ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ക്വാളിറ്റി ടൈം പോവാണ്. ആ ക്വാളിറ്റി ടൈം പോകുന്നതുകൊണ്ട് തന്നെ അതിൽ വലിയൊരു നല്ല ഡ്രാസ്റ്റിക് റിസൾട്ട് ഉണ്ടായിക്കൊള്ളണമെന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള പ്രിപ്പറേഷൻ സ്റ്റാറ്റസിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു കമ്പനിയിൽ നിങ്ങൾക്ക് നല്ലൊരു പാക്കേജോടുകൂടി തന്നെ പ്ലേസ്ഡ് ആവാനായിട്ട് പോസിബിൾ ആണ്. അപ്പൊ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി പോലത്തെ വലിയ ചാർജസ് ഒന്നും ഇല്ലാതെ കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റുകളിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനി വേക്കൻസീസ് നിങ്ങൾക്ക് അറിയാനായിട്ട് താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് CV ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഒന്ന് ലൈവ് ആക്കുക. കമന്റ് ബോക്സുകളിൽ ഇതിൽ ഉള്ള നിങ്ങളുടെ ഒപ്പീനിയൻസും അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.